പരിപാടിയും ആവശ്യമില്ലാതെ കുസൃതികൾ കാണിക്കും, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരെ മാത്രം പൊക്കി പിടിച്ചെടുക്കുന്ന ഒരു സമൂഹമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ. നമ്മുടെ യഥാർത്ഥ കഴിവുള്ള കലാകാരി എത്രയോ പേരുണ്ട്, നല്ല എഴുത്തുകാർ, നല്ല പാട്ടുകാർ, നല്ല അഭിനേതാക്കൾ എത്രയോ പേരുണ്ട്. ഈ ചുമ്മാതെ കിടന്ന് കലാവില കൂട്ടുന്നവരെ മാത്രം എടുത്ത് പൊക്കിക്കൊണ്ടു പോകുന്ന ഇല്ലാത്ത സോഷ്യൽ മീഡിയയുടെ ഭയങ്കര ഒരു വെറുപ്പാണ് എനിക്ക് തോന്നുന്നത്. അതിൽ നിന്നൊക്കെ ഉപരി ഇദ്ദേഹത്തിന്റെ വീഡിയോ ഒരുപാട് സോഷ്യൽ മീഡിയ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എല്ലാവരും അദ്ദേഹത്തിനെ അധിക്ഷേപിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് വാസ്തവപരമായ ഒരു കാര്യത്തിനാണ് അദ്ദേഹം ഒരുപാട് ഈ ഒരു മീഡിയയിലൂടെ വരുന്നത്. അദ്ദേഹത്തിന്റെ ആവശ്യം അദ്ദേഹം അത് വളരെ ലഘുമായിരിക്കണം. അദ്ദേഹത്തിന് തെളിയിക്കപ്പെടുന്ന ഒരു വാസ്തവപരമായ കാര്യമായതുകൊണ്ടാണ് അദ്ദേഹം ഈ മീഡിയയിലൂടെ ഇങ്ങനെ ഓരോരോ വീഡിയോകൾ കണ്ടു, ജനങ്ങളെ അക്സെപ്റ്റ് ചെയ്തു. അതുപോലെ അച്ചാൻസ് മീഡിയ കോണ്ടാക്ട് ചെയ്തു. അദ്ദേഹത്തെ ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ചിരിക്കുകയാണ്. എനിക്കത് ഒരുപാട് സന്തോഷമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്തോഷം ജയസാറിന്റെ കണ്ണും കണ്ണും തമ്മിൽ തമ്മിലുള്ള പാട്ട് ഞാൻ എല്ലാ ഗാനമേളയ്ക്കും പാടുന്ന ഒരു പാട്ടാണ്. അപ്പൊ അദ്ദേഹം ഒരു വേദിയിൽ വന്നപ്പോൾ ഞാനത് പാടി അദ്ദേഹത്തെ ആദ്യമായിട്ട് കണ്ടു. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. സത്യം പറഞ്ഞാൽ എനിക്ക് ചേഞ്ചായിട്ട് ഫീലൊക്കെയാണ് തോന്നിയത്. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് അഭിനയിക്കുക വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി സന്തോഷം. അദ്ദേഹം സിനിമയിലേക്ക് വന്നു. വളരെ നല്ല രീതിയിൽ ഒരു ലക്ഷ്യബോധത്തിൽ അദ്ദേഹം എത്തിച്ചേരട്ടെ. അദ്ദേഹത്തിന്റെ അച്ഛനെ പോലെ തന്നെ നല്ലൊരു കലാകാരനായി ലോകം അറിയപ്പെടട്ടെ. എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നാൾ ഒരു ദിവസം വരും. അതിനുവേണ്ടി ഞങ്ങളെല്ലാം കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.